ഏവർക്കും സ്റ്റഡി ഹിന്ദി വിത്ത് കൃഷിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ആദ്യത്തെ ഇക്കായിയിലെ രണ്ടാമത്തെ പാഠഭാഗം, അതായത് ഹൈക്കു, അതൊരു തരം കവിതയാണ്. ആ കവിത എന്താണ്, ഹൈക്കു എന്താണെന്നാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. ഹൈക്കു ക്യാ ഹെ, എന്താണ് ഹൈക്കു എന്ന് പറഞ്ഞാൽ? ഹൈക്കു എന്ന് പറഞ്ഞാൽ വഹ ഏക് ചോട്ടി ജാപ്പാനി കവിത ഹെ ജോ 3 പങ്ക്തിയോ മേ ലിഖി ജാത്തി ഹെ. അങ്ങനെ 3 വരികളിലായിട്ട്, നമുക്ക് അവിടെ കാണാമല്ലോ, 3 വരികളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. 3 ഹൈക്കു അവിടെ തന്നിട്ടുണ്ട്. ആ 3 ഹൈക്കുവും എങ്ങനെയാണ് തന്നിരിക്കുന്നത്? 3 പങ്ക്തിയോ മേ ലിഖി ജാത്തി ഹെ, 3 വരികളിലായി എഴുതിയിരിക്കുന്ന ഒരു ചെറിയ ജാപ്പാനി കവിതാരൂപം പോലെയാണ്. കവിതാരൂപം പോലെയല്ല, കവിതാരൂപമാണ് ഏതെന്ന് പറയുന്നത്, ഹൈക്കു എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, എങ്ങനെയാണ് എഴുതുന്നത്? പകലി പങ്ക്തിമേം ആദ്യത്തെ വരിയിലായിട്ട് 5 അക്ഷരങ്ങൾ കാണും. അവർ ദൂസരി പങ്ക്തിമേം രണ്ടാമത്തെ വരിയിലാണെന്നുണ്ടെങ്കിൽ 7 അക്ഷരങ്ങൾ കാണും. അവർ തീസരി പങ്ക്തിമേം മൂന്നാമത്തെ വരിയിലാണെങ്കിൽ 5. ഇങ്ങനെ ശബ്ദാംശു ഹൊത്തേ. ശബ്ദാംശം എന്ന് പറഞ്ഞാൽ അറിയാം, ശബ്ദത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ ശബ്ദം എന്നല്ല പറഞ്ഞത്. ശബ്ദം എന്ന് പറയുമ്പോൾ എന്താണ്, മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ശബ്ദം എന്ന് പറയുന്നത്. ഇവിടെ ശബ്ദത്തിൻ്റെ ഒരു അംശമാണ്. അപ്പം അക്ഷരങ്ങൾ എന്ന് നമുക്ക് ഉദ്ദേശിക്കാം. അപ്പം ആദ്യത്തെ വരിയിൽ 5 അക്ഷരങ്ങൾ, രണ്ടാമത്തെ വരിയിൽ 7 അക്ഷരങ്ങൾ, മൂന്നാമത്തെ വരിയിൽ വീണ്ടും 5 അക്ഷരങ്ങൾ. ഇങ്ങനെ ഇപ്രകാരം എന്ത് ചെയ്തിരിക്കുന്നു, 17 അക്ഷരങ്ങളുള്ള ഒരു പങ്ക്തിയാണ്, ജാപ്പാനി കവിതാരൂപമാണ് ഏതെന്ന് പറയുന്നത്, ഹൈക്കു എന്ന് പറയുന്നത്. അപ്പോൾ ടെസ്റ്റിൽ നമുക്ക് ഒരു ഹൈക്കു നോക്കാം. എന്താണ് ഹൈക്കു? ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മയുടെ ഒരു ഹൈക്കു തന്നിട്ടുണ്ട്. എന്താ? പിതാനെ ഢൂണ്ടി ലാട്ടിയാം ബുഡാപ്പേക്ക് ദീക്കത്തി നഹീം എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പിതാനെ ഡൂണ്ടി എന്ന് പറയുമ്പോൾ അവിടെ 5 അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. ലാട്ടിയാം ബുഡാപ്പേക്ക് എന്ന് പറയുമ്പോൾ അവിടെ 7 അക്ഷരങ്ങളുണ്ട്. ദീക്കത്തി നഹീം എന്ന് പറയുമ്പോൾ വീണ്ടും 5 അക്ഷരങ്ങൾ ചേർന്ന് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കവിതാരൂപമാണ് ഏതെന്ന് പറയുന്നത്, ഹൈക്കു എന്ന് പറയുന്നത്. അപ്പോൾ ഹൈക്കുക്ക ഹൈക്കുവിൻ്റെ മുഖ്യ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, കംസേ കം ശബ്ദോമേ ബഹുത്ത് കുച്ച് വ്യക്ത് കർണാണ്. കംസേ കം ശബ്ദോമേ, ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ ബഹുത്ത് കുച്ച് കഹിന, കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പറയുക. അപ്പോൾ അതാണ് അതിൻ്റെ മുഖ്യമായ ഉദ്ദേശം എന്ന് പറയുന്നത്. ഹൈക്കു എപ്പോഴും സംക്ഷിപ്തമായിരിക്കണം, ചുരുങ്ങി അതിന് ഒത്തിരി വാക്കുകൾ ഇതിൽ കൂടാൻ പാടില്ല, സംക്ഷിപ്തമായിരിക്കണം. മാത്രമല്ല ഏക ഹി ചവി ഔർ ക്ഷൺഭ ധ്യാൻ കേന്ദ്രിത് കർണ ചാഹിയെ, ഒരൊറ്റ ചിത്രത്തിലോ അല്ലെങ്കിൽ നിമിഷത്തിലോ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു, ഒരൊറ്റ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം എഴുതുന്നതായിരിക്കണം. അപ്പോൾ അത് ഒരു കാര്യത്തെക്കുറിച്ച് ഹൈക്കു പറയുന്നത്, ഒരു കാര്യത്തെ, കവിത അങ്ങനെയല്ല. ദോഹയ്ക്ക് നമുക്ക് പല വ്യാഖ്യാനങ്ങളും നമുക്ക് പല രീതിയിലും പറയാം. പക്ഷേ ഹൈക്കുവിനെ സംബന്ധിച്ച് ഒറ്റ ലക്ഷ്യത്തിൽ ഒരു സന്ദേശം മാത്രമേ അതിനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ ചെറിയ ഹൈക്കു ഒന്നും കൂടെ ഒന്ന് വായിക്കാം. പിതാനെ ഡൂണ്ടി ലാട്ടിയാം ബുഡാപ്പേക്ക് ദീക്കത്തി നഹീം. അപ്പം അതാണ് ഒരു ഹൈക്കു. ഇതിനെ ഹൈക്കു എന്നാണ് വിളിക്കുന്നത്. അപ്പം ഹൈക്കു എന്താണെന്ന് നിങ്ങൾക്കൊരു ചെറിയ ഐഡിയ കിട്ടിക്കാണുമായിരിക്കും. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഹൈക്കു ഒന്ന് വായിക്കാം. പിതാനെ ഡൂണ്ടി ലാട്ടിയാം ബുഡാപ്പേക്ക് ദീക്കത്തി നഹീം എന്ന് പറയുന്ന ആരുടേതാണിത്? ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മയുടെ ഒരു ഹൈക്കു ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പം ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മയുടെ അതിൻ്റെ ആ ഹൈക്കുവിൻ്റെ പൊരുൾ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പിതാനെ ഡൂണ്ടി, ഡൂണ്ടി എന്ന് വെച്ചാൽ ഡൂണ്ടിന അന്വേഷിക്കുക എന്നാണ് അർത്ഥം. പിതാനെ ഡൂണ്ടി എന്ന് വെച്ചാൽ എന്താണ്? പിതാവ് അന്വേഷിച്ച്. എന്താ അന്വേഷിച്ചെന്നാണ് അടുത്ത വരി ലാട്ടിയാം എന്ന് വെച്ചാൽ വടി. എന്തിൻ്റെ? ബുഡാപ്പേക്ക് ലാട്ടിയാം എന്ന് പറഞ്ഞാൽ എന്താണ്? വാർദ്ധക്യത്തിൻ്റെ ആശ്രയമായിട്ടുള്ള വടി. ആരന്വേഷിച്ചു? പിതാജീനെ. ലേക്കിൻ അടുത്ത 3-ാമത്തെ വരിയിൽ എന്താ പറഞ്ഞത്? ദീക്കത്തി നഹീം. എന്താ ദീക്കത്തി നഹീം എന്ന് വെച്ചാൽ? കാണുന്നില്ല, കണ്ടിരുന്നില്ല. അപ്പോൾ എന്നാണ് അർത്ഥം. നമുക്കൊന്നും കൂടെ അതിൻ്റെ ആശയത്തിൽ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാം, ഒന്നും കൂടെ ഒന്ന് നോക്കാം. എന്താ അതിൻ്റെ മലയാളം പറഞ്ഞാൽ എന്താണ്? അച്ഛൻ തൻ്റെ പരാശ്രയത്തിൻ്റെ വടി അന്വേഷിച്ചു, പക്ഷേ എന്തില്ല, കണ്ടില്ല എന്നാണ്. അപ്പം അതിൻ്റെ പൊരുൾ എന്താണെന്ന് നമുക്കൊന്നും കൂടെ പരിശോധിക്കാം. വൃദ്ധാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വൃദ്ധോം കെ അകേലാപ്പൻ, ഇല്ലയോ? പ്രായമായവരുടെ ഒറ്റപ്പെടൽ. ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഏകാന്തത. ഉസ് അകേലാപ്പൻസെ, ആ ഏകാന്തതയിൽ നിന്നും
ആ ഉപജന ഉൽപ്പന്നം ആ ഏകാന്തതയിൽ നിന്നും ഉണ്ടാകുന്നത് എന്തൊക്കെയാണ്? ഏകാന്തതയിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന എന്താണ്? മാനസിക അവസാദ്, മാനസികമായ വിഷാദങ്ങളും. അവർ പിന്നീട് എന്താ ഉണ്ടാകുന്നത്? സമാജ് ദ്വാര, സമൂഹത്തിൽ നിന്നും ഉനിക്ക് ഉപേക്ഷ കർണയ്ക്ക് ബാരേമേയും, അവരെ മാറ്റി നിർത്തുക, സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്നതിനെ കുറിച്ചിട്ടാണ് ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ കഹത്തെ ഹെ പറയുന്നത്. അപ്പം എന്ത് ചെയ്യുന്നത്? വൃദ്ധാവസ്ഥയിലെത്തുന്ന ആളുകളുടെ ഒറ്റപ്പെടലുകളെ കുറിച്ചിട്ടാണ് ആര് പറയുന്നത്? ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ കഹത്തെ ഹെ കി വൃദ്ധ ജോ കഭി ഘർ കെ മുഖിയ ഥേ. വൃദ്ധന്മാർ ആരായിരിക്കും? വീടിൻ്റെ ഗൃഹനാഥന്മാരായിരുന്നു. ഈ വൃദ്ധാവസ്ഥയിലെത്തിയ ആൾ വീടിൻ്റെ ആരായിരുന്നു? മുഖിയ എന്ന് വെച്ചാൽ ഗൃഹനാഥൻ, മുഖ്യനായിരുന്നു എന്നാണ് അർത്ഥം. ആ ഗൃഹനാഥനെ എന്ത് ചെയ്തിരിക്കുന്നു? ആ ഗൃഹനാഥനെ ആജ് ഉനേം ഹാഷ്യ പർ ധക്കേൽ ദിയാ ഗയാ ഹെ. ഹാഷ്യ എന്ന് വെച്ചാൽ അരികിലേക്ക്, സമീപത്തേക്ക്. ആ വൃദ്ധന്മാരെ ആജ് ഉനേം ഹാഷ്യ പർ, നമ്മൾ അരികിലേക്ക് എന്ത് ചെയ്യുകയാണ്? ധക്കേൽ ദിയാഹെ, തള്ളപ്പെട്ടിരിക്കുകയാണ്, മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ്. ആ വൃദ്ധന്മാരെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? സമൂഹത്തിൽ നിന്നും വീട്ടിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? മാറ്റി നിർത്തിയിരിപ്പിക്കുന്നു. നമുക്കറിയാമല്ലോ, ബച്ചുപ്പന്മയും മാം ബാപ്പ് സഹാരാദാത്താഹെ, അല്ലയോ? കുട്ടിക്കാലത്താണെങ്കിൽ മാതാപിതാക്കളാണ് നമുക്ക് പിന്തുണ നൽകിയിരുന്നത്, നമുക്കെല്ലാ ആശ്രയങ്ങളും നൽകിയിരുന്നത് മാതാപിതാക്കളാണ്. ഉസ് ബുഢാപ്പേമേം ജബ് ശരീർ ബേക്കാർ ഹോനെ ലഗ്താഹെ, നമ്മുടെ വാർദ്ധക്യമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ശരീരം ബേക്കാറായിത്തീരും, അല്ലയോ? വലിയ പ്രയോജനമൊന്നുമില്ലാതെ നമ്മുടെ ശരീരം നിരാശ്രയമായിട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ഗുണമൊന്നുമില്ലാതെ, ഒരു പ്രയോജനവുമില്ലാതെ ആയി തീരുന്ന സമയത്ത് തബ് അക്സർ മിക്കവാറും കൈ ബൂട്ടേ ലോഗ് ലാട്ടി ലേക്കർ ചലത്തേ ഥേ. എല്ലാവരും എന്തായിരിക്കും? പരാശ്രയമൊന്നും ഇല്ലായിരിക്കും, ശരീരം ക്ഷീണിക്കുന്നതനുസരിച്ച് ബേക്കാറാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മിക്കപ്പോഴും എന്തായിരുന്നു? ബൂട്ടേമാരെന്തായിരിക്കും ചെയ്യുന്നത്? ലാട്ടി ലേക്കർ ചലത്തേ ഹേ, എന്തെടുത്തോണ്ടാണ്? വടിയെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ കവി കഹിന ചാകത്തേഹെ, എന്നാൽ കവി ഇവിടെ പറയുന്നത് എന്താ പറയുന്നത്? ബുഢാപ്പേമേം ലാട്ടി ഡൂണ്ടത്തെ, വാർദ്ധക്യത്തിൽ വടികൾ അന്വേഷിക്കുന്നു. ലേക്കിൻ സഹാരേ കേലിയെ നഹിം ദീക്തി, നമുക്ക് സഹായിക്കാൻ വേണ്ടി, വടിയുടെ സ്ഥാനത്ത് ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് ആരെയും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ബുഢാപ്പേമേം ഹം സബ് നിരാശ്രയി ഹേ, നമ്മൾ വാർദ്ധക്യത്തിൽ നമ്മളെല്ലാവരും എന്തായിത്തീരുന്നു? ഒരു ആശ്രയമില്ലാത്ത നമ്മൾ സ്വന്തമായിട്ട് നിൽക്കേണ്ട, നമ്മളിങ്ങനെ വടി ഉപയോഗിക്കേണ്ടവരായിത്തീരുന്നു, നമ്മൾ നിരാശ്രയരായി തീരുന്നു എന്നാണ്. അപ്പം ഈ കവിതയിൽ, ഈ ഹൈക്കൂയിലൂടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായി കാണുമായിരിക്കും. എന്താണ്? വൃദ്ധാവസ്ഥയിൽ ബുഢാപ്പേമേം ഹം സബ് നിരാശ്രയി ഹേ, നമ്മളെല്ലാവരും എന്താണ്? നിരാശ്രയരാണ് എന്നതിനെക്കുറിച്ചാണ് ആര് സംസാരിക്കുന്നത്? ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ സംസാരിക്കും. അപ്പം വലിയ ഒരു സംഭവത്തെ, വലിയൊരു കാര്യത്തെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട്, ഇതിന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു നിബന്ധം എഴുതിയാലും വാർദ്ധക്യത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ എഴുതിയാലും ഒന്നും തീരുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അത്രയും വലിയ ഒരു കാര്യത്തെ എന്ത് ചെയ്തിരിക്കുന്നു? ചെറിയ 3 വരികൾ കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? കവി നമ്മളോട് പറയുകയാണ്. അപ്പോൾ ഈ ഹൈക്കു നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പിന്നീട് എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു, അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഞാൻ ഈ പുസ്തകം കയ്യിൽ കിട്ടിയപ്പോഴാണ് എനിക്ക് കഴിഞ്ഞ നമ്മൾ ഈ റെയിൻ സബേരേമയും എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ഞാനത് ആദ്യം എൻ്റെ ചില ശ്രദ്ധയിൽപ്പെട്ട ഒരു തെറ്റെന്ന് പറയുന്നത്, ആ കഥയുടെ മധ്യഭാഗത്ത് വെച്ച് എന്ത് ചെയ്ത് കൈകൾ തുറന്ന് നോക്കിയപ്പോൾ അതിൽ 50 പൈസ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് ടെസ്റ്റിനകത്ത് 50 പൈസ എന്നല്ല, ഞാൻ എൻ്റെ അശ്രദ്ധ കൊണ്ട് പറ്റിയതാണ്. അപ്പം വായിക്കുന്നവരതങ്ങ് ക്ഷമിക്കുക. 20 പൈസ എന്നാണ് അത് അവിടെ വായിക്കേണ്ടത്. ടെസ്റ്റിൽ 20 പൈസ എന്നാണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ അബദ്ധം പറ്റിയതാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് കാണും, ഹൈക്കു എന്താണെന്ന് മനസ്സിലായി കാണുമായിരിക്കും. വരുന്ന വീഡിയോയിലൂടെ മറ്റൊരു ഭാഗവുമായിട്ട് നമുക്ക് പരിചയപ്പെടാം. എല്ലാവർക്കും നന്ദി. ഏതെങ്കിലും പാഠഭാഗം എടുക്കുമ്പോൾ എന്തെങ്കിലും, പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടി ഒരു സംശയം പറഞ്ഞായിരുന്നു, ഞാനത് 200 എന്നാ പറഞ്ഞതെന്നാണ് ഞാൻ അത് കേട്ട് നോക്കിയപ്പോൾ മനസ്സിലായത്. അപ്പം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടണം. അപ്പം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.
മറ്റൊരു വീഡിയോയിൽ എത്തുന്നവരെ എല്ലാവർക്കും നമസ്കാരം.